മദ്രസയിലെ പഠനത്തില് ഒരു ഉറുമ്പിനെ പോലും നിനക്ക് കരിക്കാൻ, തീ കൊണ്ട് കരിക്കാൻ പടച്ചവൻ അധികാരം തന്നിട്ടില്ല എന്നുള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഏതെങ്കിലും മതം പഠിക്കുന്നവനാണ് മുസൽമാൻ എന്ന് പറയുന്നത്, അല്ലാതെ പേരിന് ഏതെങ്കിലും ഖദീജയെ ബോക്കറോ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അത്തരത്തിൽ കുറച്ച് വെള്ളയണിഞ്ഞുകൊണ്ട് ഏതെങ്കിലും മതം പഠിച്ച ഒരു മുസൽമാൻ എന്ന് പറഞ്ഞ ഒരാള് ഗോത്ര ട്രെയിന് തീ വെക്കുമോ സാറേ? അപ്പൊ ആ ഒരു സംഭവം മുസൽമാൻ എന്നുള്ള ദൈവത്തെ പേടിക്കുന്ന ഒരാള്, അത് മുസ്ലിം ആകട്ടെ, ദൈവത്തെ പേടി, ദൈവഭയം. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു അള്ളാഹു ഉണ്ട്, എനിക്കൊരു ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട്, ആ ദൈവം ഇതെല്ലാം നോക്കുന്നുണ്ട്, ആ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതിന് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം എനിക്ക് പണി കിട്ടും എന്ന് ദൈവത്തെ ഭയന്ന്, സാക്ഷാൽ റബ്ബിനെ ഭയന്ന്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു അധർമ്മം ഉണ്ടാക്കാനോ, ഒരു അനീതിക്ക് വേണ്ടി ചുക്കാൻ പിടിക്കാനോ, ഒരു അനീതിക്ക് കൂട്ടു നിൽക്കാനോ, അതിനി എത്ര കണ്ടാലും, നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യൻ പറഞ്ഞില്ലേ, എന്തൊക്കെ തന്നാലും ഏതൊക്കെ സമയം ചെയ്താലും അവിടെ ഒരു SIR ഒരു കടലാസ് പോലും പോയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ചുണക്കുട്ടികൾ അത് നമ്മുടെ സമുദായത്തിന്റെ മുൻനിരയിൽ വരണമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു അപകർഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അകത്തായി പോകുന്ന വിഷയത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും അല്ല നമുക്ക് വേണ്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ എന്ന് പറഞ്ഞാൽ മൃഗമല്ലല്ലോ, നമ്മൾ മൃഗമല്ല, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ വായിൽ കൂടി ഭക്ഷണം കഴിച്ചു പോകുന്നവരാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന്റെ കീഴിൽ, അതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിഭേദമന്യേ സർവരും ഐക്യത്തിലും മമതയിലും സ്നേഹത്തിലും, അത് ഈ പറയപ്പെടുന്ന പോലെ അനീതി ഉണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ഒരു തമ്മിലടി ഉണ്ടാക്കാതെ ഐക്യത്തിൽ കൂടി മരിക്കും വരെയും പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ദീനും പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്.